മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹിയെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോകാൻ ഒരുങ്ങുകയാണ്. അതേസമയം അങ്ങോട്ടേക്ക് വരികയാണ് കണ്ണനെ കാണുന്നതും മഹിയാണെങ്കിൽ എല്ലാവരോടായിട്ട് പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും നല്ല രീതിക്ക് തന്നെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിന്നും പോവുകയാണ്. കണ്ണൻ വളരെ സങ്കടത്തോടു കൂടി തന്നെ നോക്കിക്കൊണ്ട് മഹിയെ യാത്ര അയക്കുകയാണ്. പക്ഷേ മോഹിനിക്കും മഞ്ജുവിനുമാണെങ്കിൽ കണ്ണൻ്റെ ഈ നിൽപ്പ് കണ്ടിട്ട് വളരെ സങ്കടമാകുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുന്നിലോട്ട് തന്നെ മഹിയെയും കൊണ്ട് പോകുന്നു. പിന്നീട് വാമദേവൻ പറയുന്നുണ്ട്, ആ മാർക്കോനെ പോലെയുള്ള ഗുണ്ടകളെ പോലും വിശ്വസിക്കാം, പക്ഷേ നിന്നെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രതാപനോടായിട്ട് ദേഷ്യപ്പെടുന്നു. പ്രതാപൻ പറയുന്നുണ്ട്, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, എനിക്ക് തലയ്ക്ക് വെളിവില്ലാതിരുന്ന സമയത്ത് ഞാൻ എന്താണ് പറഞ്ഞതെന്ന് പോലും എനിക്കറിയില്ല എന്നെല്ലാം പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി നീ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മളെ കോടതിയിൽ ഹാജരാക്കുമ്പോഴേക്കും ഞാനാണ് കൊട്ടേഷൻ തന്നെന്നുള്ള കാര്യത്തിൽ നീ നിഷേധിക്കണം, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ പറയണം. ആക്സിഡൻറ്റിലൂടെയാണ് കണ്ണൻ്റെ അച്ഛൻ മരിച്ചതെന്ന് കോടതി വിശ്വസിച്ചോളുമെന്നെല്ലാം പറയുമ്പോൾ അതെങ്ങനെ പറ്റും വാമേട്ട, ഡോക്ടർക്കും പോലീസിനും എല്ലാം അറിയാം ഈ കാര്യം, പിന്നെ നമ്മൾ എങ്ങനെയാണ് നുണ പറയുന്നതെന്ന് പറയുമ്പോൾ അതൊക്കെ നമ്മളെ കൊണ്ട് പോലീസ് പറയിപ്പിച്ചതാണെന്നെല്ലാം അവിടെ മൊഴി കൊടുത്താൽ മതി, അങ്ങനെയെങ്കിലും നമുക്കൊന്ന് രക്ഷപ്പെടാമെന്നെല്ലാം വാമദേവൻ പറയുന്നുണ്ട്. ഇത്രയും നാൾ കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളവും ഇനി കിട്ടില്ല, ഇനി സീമന്തിരിയും മക്കളും എങ്ങനെ ജീവിക്കുമെന്നെല്ലാം വാമദേവനാണെങ്കിൽ ആദ്യം പിടിക്കുന്നുണ്ട്. പിന്നീട് മഹിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കണ്ണനാണെങ്കിൽ അമ്പലത്തിൽ ചെല്ലുന്നു. അല്ല, നല്ല രീതിക്ക് തന്നെ മഹിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതേസമയം അവിടെ വെച്ച് തന്നെ അമ്മയെ കാണുന്നുണ്ട്. അങ്ങനെ അമ്മയോടായിട്ട് ചോദിക്കുന്നുണ്ട്, എൻ്റെ മഹിക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിക്കുമോ എന്നെല്ലാം ചോദിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട്, കുഞ്ഞിൻ്റെ ജനനം കുറച്ച് കഠിനമാണ് മോനെ എന്നെല്ലാം അമ്മ പറയുന്നത് കേട്ട് കണ്ണനാകെ വെപ്രാളപ്പെടുന്നു. കണ്ണൻ പറയുന്നുണ്ട്, അമ്മ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് സമാധാനമാണ് കിട്ടുന്നതെന്നെല്ലാം പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഇന്ന് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒഴിഞ്ഞു വെച്ചൊരു ദിവസമാണെന്നെല്ലാം അമ്മ പറയുന്നുണ്ട്. പിന്നീട് കണ്ണൻ കമലേശ്വരത്ത് ചെന്നതിന് ശേഷം അയ്യപ്പ വിഗ്രഹത്തിൻ്റെ മുന്നിൽ നിന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. മഹിക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കരുത്, എൻ്റെ മഹിയെയും കുഞ്ഞിനെ തിരിച്ചു തന്നേക്കണേ എന്നെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കാൽനടയായിട്ട് തന്നെ ഇനി സന്നിധാനത്ത് എത്തിക്കോളാമെന്നെല്ലാം കണ്ണൻ അവിടെ വെച്ച് തന്നെ നേർച്ച നേരുകയാണ്. പ്രതാപനെ ജാമ്യത്തിൽ ഇറക്കാനായിട്ട് ഒരു വക്കീലിനെയും കൊണ്ട് ചെല്ലുകയാണ് മുത്തശ്ശിയും കരുണയും. പക്ഷേ എസ് ഐ ആണെങ്കിൽ ഇവരുടെ ഈ അഭ്യർത്ഥനയ്ക്ക് വഴങ്ങുന്നില്ല. എസ് ഐ പറയുന്നുണ്ട്, അതുപോലത്തെയുള്ളൊരു കേസാണ് വക്കീലെ, നിങ്ങൾ എന്തിനാണ് ഇവർക്ക് വേണ്ടി വക്കാലത്ത് പിടിച്ചിവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ എൻ്റെ ഡ്യൂട്ടിയാണെന്നും എനിക്കിത് ചെയ്യേണ്ട ആവശ്യമുള്ളത് കൊണ്ടല്ലേ അങ്ങനെയൊക്കെ ചെയ്തതെന്നല്ല വക്കീൽ പറയുന്നുണ്ട്. നാളെ ഇവരെ കോടതിയിൽ ഹാജരാക്കും, അവിടെ വെച്ച് നിങ്ങൾ എന്താണെങ്കിൽ ചെയ്തോളാൻ എന്നെല്ലാം എസ് ഐ പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോഴേക്കും 20 വർഷം മുമ്പ് നടന്നിട്ടുള്ള ഈ കേസിന് എന്താണ് തെളിവെന്നെല്ലാം വക്കീൽ തിരിച്ചു ചോദിക്കുന്നു എസ് ഐയോട്. അപ്പോൾ എസ് ഐ പറയുന്നുണ്ട്, അതിൽ മഹാലക്ഷ്മി തന്നെയാണ് ഇതിൻ്റെ തെളിവെന്നെല്ലാം പറയുമ്പോഴേക്കും 5 വയസ്സുകാരിയുടെ മൊഴി എങ്ങനെയാണ് കോടതി തെളിവായിട്ട് എടുക്കുന്നതെന്നെല്ലാം വക്കീൽ തിരിച്ചു ചോദിക്കുന്നുണ്ട്. പിന്നീട് മുത്തശ്ശിയും കരുണയും പ്രതാപനെ കാണാനായിട്ട് അനുവദിക്കുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശി പ്രതാപനോടായിട്ട് പറയുന്നുണ്ട്, കണ്ണനെ ഞങ്ങൾ ഇന്നലെ കണ്ടിരുന്നു. അപ്പോഴേക്കും കണ്ണൻ വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ സംസാരിച്ചു. എന്നിട്ട് പറയുന്നുണ്ട്, അവൻ്റെ ചികിത്സയ്ക്കും അവൻ്റെ അച്ഛൻ മരിച്ചതിനുമായിട്ട് നഷ്ടപരിഹാരമായിട്ട് നിങ്ങളുടെ 2 പേരുടെ കയ്യിൽ നിന്നും പറയുന്ന തുക മേടിച്ചെടുക്കുമെന്നെല്ലാം കണ്ണൻ പറയുന്നത് കേട്ട് പ്രതാപനും വാമദേവനും ആണെങ്കിൽ ആകെ ഒന്ന് ഞെട്ടി വിറയ്ക്കുന്നുണ്ട്. പിന്നീട് കരുണ പ്രതാപനോടായിട്ട് പറയുന്നുണ്ട്, ഇതിനെല്ലാം കാരണം ഞാൻ തന്നെയാണ് അച്ഛാ, ഞാൻ കാരണമാണ് അച്ഛനെ ഇങ്ങനെ ജയിലിൽ കിടക്കേണ്ടി വന്നതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് പൊട്ടി കരയാണ് കരുണ. ഇത് കാണുമ്പോഴേക്കും പ്രതാപനും ആകെ സങ്കടമാകുന്നുണ്ട്. പ്രതാപൻ പറയുന്നുണ്ട്, സാരമില്ല മോളെ, അച്ഛൻ എന്ത് സഹിക്കാനായിട്ട് തയ്യാറായിട്ട് തന്നെയാണ് കിടക്കുന്നത്, അതുകൊണ്ട് മോൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണയെ ആശ്വസിപ്പിക്കുന്നു. പിന്നീട് പ്രതാപൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കണ്ണൻ്റെ കാല് പിടിച്ചെങ്കിലും കരയാമായിരുന്നില്ലേ, അങ്ങനെയെങ്കിലും അവന് ഞങ്ങൾക്ക് ജാമ്യമെങ്കിലും തന്നേനെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രതാപൻ പറയുന്നത് കേട്ട് മുത്തശ്ശിയും കരുണയും ആണെങ്കിൽ ആകെ വല്ലാത്ത അവസ്ഥയിൽ തന്നെ ആകുകയാണ്. പോലീസ് സ്റ്റേഷനിൽ പുറത്തിറങ്ങിയതിനു ശേഷം വക്കീൽ പറയുന്നുണ്ട്, പ്രതാപന്റെ കാര്യമാണ് കഷ്ടം, പക്ഷേ വാമദേവൻ അത്ര പ്രശ്നമില്ല എന്നെല്ലാം പറയുന്നത് കേട്ട് കരുണയാണെങ്കിൽ ആകെ വല്ലാതെ ആകുന്നുണ്ട്. ഇനി ഒരിക്കലും എൻ്റെ അച്ഛനാണെങ്കിൽ ജയിലിൽ നിന്നും പുറത്തു വരില്ലേ എന്നുള്ള ഒരു ഭയത്തിൽ തന്നെയാണ് കരുണ. മുത്തശ്ശിയും കരുണയും പോയതിനു ശേഷം പ്രതാപനാണെങ്കിൽ ആകെ വല്ലാത്തൊരവസ്ഥയിൽ തന്നെ ആകുകയാണ്. പ്രതാപന് സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല. മോളുടെ കാര്യം ഓർത്തിട്ട് എനിക്കൊരു സമാധാനമില്ല വാമേട്ട എന്ന് പറയുമ്പോൾ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവൾ കുറച്ചുകൂടെയൊക്കെ ക്ഷമിക്കണമായിരുന്നു, നിന്റെ മോൾക്ക് കുറച്ച് എടുത്തുചാട്ടം കൂടുതലായതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ അനുഭവിക്കുന്നതെല്ലാം വാമദേവൻ പറയുന്നത് കേട്ട് ആകെ വല്ലാത്ത ഒരു ദേഷ്യത്തിൽ തന്നെ നിൽക്കുകയാണ് നമ്മുടെ പ്രതാപൻ. പിന്നീട് കണ്ണൻ അമ്പലത്തിൽ നിന്ന് ഹോസ്പിറ്റലിലോട്ട് തന്നെ തിരിച്ചു വരികയാണ്. അങ്ങനെ അമ്മ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കണ്ണൻ്റെ മനസ്സിലൂടെ തന്നെ ഓടുകയാണ്. എൻ്റെ മഹിക്ക് ഒന്നും സംഭവിക്കാതെ തന്നെ തിരിച്ചു കിട്ടണേ എന്ന് തന്നെയാണ് കണ്ണൻ്റെ പ്രാർത്ഥന.
അനന്തുവാണെങ്കിൽ ലേഖയോടായിട്ട് പറയുന്നുണ്ട് ഈ ഒരു കേസ് ആരും അറിയാതെ പോകേണ്ടതായിരുന്നു, പക്ഷേ കണ്ണൻ്റെ അച്ഛൻ്റെ ആത്മാവ് തന്നെയാണ് ഈ കേസ് വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവന്നത്, അതുകൊണ്ട് എല്ലാം ഇവിടം കൊണ്ട് തന്നെ അവസാനിക്കാനായിട്ട് പോവുകയാണെന്നെല്ലാം ലേഖയോടായിട്ട് അനന്ത് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴേക്കും ലേഖ പറയുന്നുണ്ട് ഇനി മഹിക്കും കുഞ്ഞിനും കണ്ണേട്ടനും സമാധാനത്തോടുകൂടി തന്നെ ജീവിക്കാനായിട്ട് പറ്റണം, അതാണ് ഇനി വേണ്ടതെന്നെല്ലാം പറയുന്നുണ്ട്. വീട്ടിലെത്തിയതിന് ശേഷം കരുണയാണെങ്കിൽ ആകെ സങ്കടത്തിൽ തന്നെയാണ്. തൻ്റെ എടുത്തുചാട്ടമാണ് ഇതിനെല്ലാം കാരണമെന്ന് തന്നെ കരുണയ്ക്ക് മനസ്സിലാകുന്നു. അങ്ങനെ അച്ഛനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരിക്കലും തനിക്ക് ഇനി ഇറക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ള സത്യവും കരുണ അങ്ങനെ മനസ്സിലാക്കുന്നു. തൻ്റെ ജീവിതം ഇതോടുകൂടി തന്നെ ഇവിടെ അവസാനിക്കുകയാണെന്നുള്ള സത്യവും കരുണ മനസ്സിലാക്കുന്നു. ജീവിതത്തിനോട് തന്നെ വെറുപ്പ് തോന്നിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് കരുണയ്ക്കുണ്ടാകുന്നത്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.